ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ള കറൻറ്റ് എനർജി അതുമുതൽ നിയർ ഫ്യൂച്ചറിലേക്കുള്ള ആ ഒരു എനർജി വരെ എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മളതൊരു 7 കാർഡ്സിലൂടെയാണ് എടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ്, ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, 6 ഓഫ് പെൻറ്റിക്കിൾസ്, 9 ഓഫ് വാൻഡ്സ്, Knight of Pentacles, 3 of Pentacles, Wheel of Fortune. നമുക്ക് ഫൈനൽ കാർഡ് കൂടി എടുക്കാം. ഓക്കെ, മജീഷ്യൻ. അപ്പോൾ നമുക്ക് ഈ ഒരു 7 എനർജീസ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. ഫസ്റ്റ് നമ്മൾ ക്വീൻ ഓഫ് കപ്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, 10 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. ഈസ് ഓഫ് വാൻഡ്സ്, ഓക്കെ, 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ചാമ്പ്യൻ ഓഫ് സോഡ്സ് ആൻഡ് 4 ഓഫ് സോഡ്സ് ആണ്. Eight of Cups, and Moon Energy. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 3 ഓഫ് വാൻഡ്സ് ആണ് ഒരു കാർഡ്, ആൻഡ് 7 ഓഫ് സോഡ്സ്. ഓക്കെ, അപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന ടവർ സിറ്റുവേഷൻ ആണ് ഒരെണ്ണം, ആൻഡ് 5 ഓഫ് സോഡ്സ്. ഓക്കെ, 6 ഓഫ് കപ്സ് ആൻഡ് ജഡ്ജ്മെൻ്റ് ആണ്. നമുക്ക് മജീഷ്യൻ കൂടി നോക്കാം. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആൻഡ് 1 മോർ. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ കറൻ്റ്ലി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ ഒരുപാട് മാനസിക വിഷമത്തിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലാണ്, നല്ല രീതിയിലുള്ളൊരു പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണാം. അതുമാത്രമല്ല, പലർക്കും ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. ഇനിയിപ്പോൾ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഒരുപാട് മാറിപ്പോയി, മറ്റൊരു വ്യക്തിയായി പോയി എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം.
ആ ഒരു പഴയ പേഴ്സണേ അല്ല, എന്തൊക്കെയോ ചേഞ്ച് വന്നു, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പേഴ്സൺ എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു ദുഃഖമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇവിടെ ഇമോഷൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറയണ്ട, അത്രയധികം ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ എന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ആ ഒരു നമുക്ക് കാണാം, ആ ഒരു 10 ഓഫ് സോർട്സ് എനർജിയാണ്. അതായത് ഒരു പെയിൻഫുൾ എൻഡിങ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ആ ഒരു ദുഃഖത്തിലാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ഒന്ന് നല്ല രീതിക്ക് വരണേ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മെയിൻ എനർജി ആ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസിന് ആൾ വേറൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു വേദനയും കാര്യങ്ങളൊക്കെ തന്നിട്ട് ആൾ മറ്റൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുടെ എനർജി ആൾ മറ്റൊരു സ്ഥലത്ത് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് വലിയ കാര്യമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നോക്കാനോ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാനോ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ സമയമില്ല എന്നുള്ളത് തന്നെ കാണാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്തിലാണോ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണോ ആ ഒരു വ്യക്തി ഇപ്പോൾ ഉറ്റുനോക്കിയിരിക്കുന്നത്, അവിടെ ആ ഒരു പേഴ്സൺ ഒട്ടും ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരിക്കില്ല. അതൊരു ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു എടുത്തിയാട്ടമായിരിക്കാം. ഇവിടെ നമുക്ക് ആ ഒരു ചാമ്പ്യൻ ഓഫ് സോർട്സ് എനർജി, 4 ഓഫ് സോർട്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആലോചിക്കാതെ, വരുംവരാഴികളെക്കുറിച്ച് ചിന്തിക്കാതെ പെട്ടെന്നുള്ള ഒരു എടുത്തിയാട്ടമോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ആയിരിക്കാം ആൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഈ ഒരു ഡീവിയേഷൻ ഉണ്ടായതും പെട്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയത് പെട്ടെന്നായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഭാഗം നോക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല, റെസ്റ്റിംഗ് ആണ് പേഴ്സൺ. പ്രത്യേകിച്ച് ഒരു എനർജിയോ കാര്യങ്ങളോ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് എനർജി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തരത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കണക്റ്റ് ആവുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ ഒരു തരത്തിലാണോ എന്നുള്ളത് നോക്കുക. പക്ഷേ ഇവിടെ നമുക്കിവിടെ ഒരു 9 ഓഫ് വൺസ് എനർജി, 8 ഓഫ് കപ്സ് ആൻഡ് മൂൺ എനർജിയാണ് അതിനെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയൊക്കെ വേദന സഹിച്ചിട്ടും നിങ്ങളുടെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. നമുക്കിവിടെ ഒരു വൂണ്ടഡ് വാരിയർ എനർജിയാണ്. വീണ്ടും പൊരുതാൻ ആകെ അവശതയായിട്ടിരിക്കുകയാണ്, എണീക്കാൻ ജീവനില്ലാത്ത പോലത്തെ അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇനിയും പൊരുതാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാം എന്നുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഏകദേശം ഇതിൽ നിന്ന് പടിയിറങ്ങി പോയോ എന്ന് സംശയിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി തീർത്തും എന്നെ അവഗണിച്ച ആ ഒരു പേഴ്സൺ അവരുടെ വഴിയെ പോയോ എന്നുള്ള ഒരു ചിന്താഗതി കാര്യങ്ങൾ കാണാം. മൂൺ എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു മനോദുഃഖം നമുക്കറിയാം. ആ ഒരു ചന്ദ്രനാണ് നമ്മളുടെ മനോകാരകൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം നിങ്ങൾ ആ ഒരു ആങ്സൈറ്റി ഡിപ്രഷനിലൊക്കെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് കാണാം. നിലവിൽ തേർഡ് പാർട്ടി എനർജിയാണ് നിങ്ങളുടേതിനേക്കാളും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് തീർച്ചയായിട്ടും സംഭവിക്കാം. അപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷന് ചെറിയ രീതിയിലൊരു മാറ്റം വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവാം. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ആ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നു എന്നുള്ളൊരു തോന്നലായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു വരാൻ ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കോൺടാക്റ്റ് ആയിട്ട് വരിക, അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും നിങ്ങളെ മറന്നു എന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും വന്നിട്ട് നമുക്കൊരു പ്രതീക്ഷ തരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവിടെ നമുക്ക് ആ ഒരു 7 ഓഫ് സോർഡ്സ് എനർജിയാണ്, കുറുക്കൻ്റെ ഒരു ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോക്സ് എനർജിയും കൂടിയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ വന്നു എന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചാലും ചിലപ്പോൾ വന്നിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല ഉള്ളത് തന്നെ നമുക്കിവിടെ കാണാം. നിങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്തായി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പേഴ്സണുമായിട്ട് അകന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടിയുടെ ആണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ വന്നതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം, ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്റ്റും ഇല്ലാത്തടത്ത് നിന്ന് വീണ്ടും ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്നൊക്കെ ആശ്വസിച്ചിരിക്കുമ്പോൾ വീണ്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു പതിവ് സ്വഭാവം എടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇവർ ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത് ഒരു റിലേഷൻഷിപ്പിനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന പോലെ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ചിലപ്പോൾ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവാം. കുറച്ച് പേർക്ക് ചിലപ്പോൾ അവരുടെ ഒരു കരിയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനേക്കാൾ ഉപരിയായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഒരാൾ വളരെയധികം ഇമോഷണൽ വൈസ് അറ്റാച്ച്ഡും മറ്റേ ആൾ കുറച്ചും കൂടി ഒരു കണ്ണിങ് ആയിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അവിടെ പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടു പോകും.
അതായത് ഒരാൾ ഭയങ്കരമായിട്ട് ലോജിക്ക് വെച്ച് ചിന്തിക്കുന്നു, സ്വന്തമായിട്ടുള്ള ഉയർച്ച, സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് വലുത് എന്ന് ചിന്തിക്കുന്നു. മറ്റൊരാൾ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ഇമോഷൻസിനാണ്, സ്നേഹത്തിനാണെന്ന് ചിന്തിക്കുമ്പോൾ പല ഒരു ക്രോസ് റോഡിൽ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിലൊരു ബാലൻസിങ് ഇല്ലാത്തൊരവസ്ഥയാവും. ഒരാൾ ആ ഒരു ഇമോഷൻസിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ മറ്റേയാൾ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തി ഒരു ഇമോഷണൽ ഫൂളാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലോജിക്കായിട്ട് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ എന്നുള്ള രീതിയിൽ അത്രയും ഒരു എന്താ പറയുക, ആ ഒരു ബാലൻസ് ഇല്ലായ്മ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് തീർച്ചയായിട്ടും അകന്നിരുന്നിട്ട് വീണ്ടും വന്നൊരു പ്രതീക്ഷ തന്നിട്ട് വീണ്ടും പോകുന്ന വ്യക്തികൾക്കായിരിക്കും. കാരണം അവരുടെ കംപ്ലീറ്റ് ഒരു എനർജി ചെലവാക്കി അവരുടെ പ്രാർത്ഥനയും മറ്റുള്ള കാര്യങ്ങളും, ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ തിരിച്ചു വരുത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പല സ്ഥലത്തും ആഹ്, ഒരുപാട് പണം വരെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓരോ പൂജ, വഴിപാട് അല്ലെങ്കിൽ തിരിച്ചു വരുത്തി തരാം എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ധനനഷ്ടം വരെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അത്രയൊക്കെ എഫോർട്ട് എടുത്ത് ഈ ഒരു പേഴ്സൺ വീണ്ടും ഒന്ന് വന്നു എന്ന് ആശ്വസിച്ചിരിക്കുമ്പോൾ വീണ്ടും കാര്യങ്ങൾ ഓക്കെ അല്ലാത്തൊരവസ്ഥ, തകിടം മറിയുന്നൊരവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ച് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒന്നും കിട്ടാത്ത ഒരു രീതിയിൽ അത്രയും ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം. പക്ഷേ എങ്കിൽ നിങ്ങളുടെ എനർജിയിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ നിങ്ങൾ തളർത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്കിത് വിട്ട് കളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു പേഴ്സൺ ഏത് കാര്യത്തിലാണോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ വലിയൊരു സംഭവമായിട്ട് അവരെന്തിനാണോ കണ്ടത്, അതിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഒരു ഗ്രീനറി സൈഡ് ആവാം, ഒരു പേഴ്സൺ ആവാം, എന്താണെന്നുണ്ടെങ്കിലും അവിടെ അവർക്കൊരു ടവർ സിറ്റുവേഷൻ വരുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അവിടെ അവർക്കൊരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5 ഓഫ് സോഡ്സ് എനർജി വന്നിട്ടുണ്ട്. അത് മീൻസ് ഒരു സ്നേക്ക് ആണ്. ദാറ്റ് മീൻസ് അത് ഒരു പോയിസണസ് ആയിട്ടുള്ള സംഭവമാണെന്ന് നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അത് തെറ്റായ വഴിയാണ്, അല്ലെങ്കിൽ ആ ഒരു വഴിയെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ കുറച്ച് ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും, അത് മൈൻഡ് ചെയ്യില്ല. അവർക്കെപ്പോഴും അവരുടെ ആ ഒരു ഈഗോ തന്നെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് നേരിട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രം പഠിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണോ, അവിടെ അവർക്കൊരു ടവർ സിറ്റുവേഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു തീർച്ചയായിട്ടും ഒരു നിലംപരിശാവുന്ന ഒരവസ്ഥ, ചിലപ്പോൾ അവരുടെ പ്രതീക്ഷകൾ തകിടം മറിയുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജി അത് കൊടുക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളോ ശരിയല്ല, അല്ലെങ്കിൽ ഇവർക്കത് ദോഷമായിട്ട് മാറുന്നുള്ള ഒരു തിരിച്ചറിവോ ആയിരിക്കാം. അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇവർക്ക് വളരെയധികം പോയിസണസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പേരൊരു കരിയർ ഓറിയന്റഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ ഉള്ള കാര്യങ്ങളുടെ പുറകെ പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന സംഭവം അങ്ങനെ തന്നെ അവരുടെ കൈമോശം വരുന്ന ഒരവസ്ഥയായിരിക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു സിക്സ്ത് മേജർ കാർഡ് എന്ന് പറയുന്നത് ആ ഒരു വീൽ എനർജിയാണ്. അപ്പോൾ ആ ഒരു ടൈം, അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സമയത്തിന് മാറ്റം വരുന്നതാണ്. ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഒരു താഴെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഡിപ്രഷനിലാണ്, നിങ്ങളൊരു കരയുന്ന മോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത്ര ചെവിക്കൊള്ളുന്നില്ല, നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഒരു എനർജിക്ക് ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ഒരു മാറ്റമാണ്. ആ ഒരു സൈക്കിൾ തിരിയുമ്പോഴത്തേക്കും വരുന്നൊരു മാറ്റം പോലെ തന്നെ ഇതിനകത്തും ഒരു മാറ്റം വരാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ആ ഒരു ഗുഡ് ലക്ക് വരുന്നുണ്ട്. എപ്പോഴും കണ്ണീരോടെ ഇരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വിജയിച്ചിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ലൈഫിൽ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ മാറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മൾ കണ്ടതുപോലെ അത്രയും ഒരു വിഷമത്തിൽ ഡിപ്രഷനിലൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം വരാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്കിവിടെ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് മജീഷ്യനാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ, നമ്മളിവിടെ തുടങ്ങിയത് ഫസ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അവിടെയും നമുക്ക് ആ ഒരു മാനിഫെസ്റ്റിംഗ് എനർജി കാണാം. അത് സംഭവ്യമാകാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിനെ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് ഹൈ പ്രീസ്റ്റസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ത് പറയുന്നു അതിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് ഇങ്ങനെ ദുർഘടമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രയധികം സ്നേഹത്തോടെ അല്ലാന്നുണ്ടെങ്കിൽ നീതി പുലർത്തി പോന്നിരുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ നിങ്ങൾ അവസാനമായിട്ട് അഭയം പ്രാപിച്ചത് ആ ഒരു യൂണിവേഴ്സിനെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പം നിൽക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീതി തരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കറക്റ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് ആ ഓരോ വീലിനെ ആണെന്നുണ്ടെങ്കിലും ക്ലാരിഫൈ ചെയ്യാനായിട്ട് ജഡ്ജ്മെൻറ്റ് എനർജി ആൻഡ് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയായിരുന്നു ഈ ഒരു പേഴ്സൺ നേരത്തെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് മാറി വരും. ആ ഒരു സൈക്കിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനകത്ത് മാറ്റം സംഭവിക്കും. ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റും നമുക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതിനകത്ത് ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടൽ ഉണ്ടാവും എന്നുള്ളതാണ്. കാലക്രമേണ ഇതിനകത്ത് മാറ്റം വരുന്നുണ്ട്. കാരണം അവരിപ്പോൾ ആ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെയുള്ള ഒരു പതനമാണ് അവരിലേക്ക്
അവർക്കുണ്ടാവുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനുള്ളൊരു അവസരം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല. നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രീനറി സൈഡ് കണ്ടോ എന്തെങ്കിലുമൊക്കെ പുറകിലെ പോകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇപ്പോൾ നമ്മളെല്ലാം നേടിക്കൊണ്ട് വരും. പക്ഷേ അങ്ങനെയല്ല. അവിടെ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. അത് വരുമ്പോഴത്തേക്കും അത് നമുക്ക് അനുകൂലമാവണമെങ്കിൽ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. നമ്മളൊരു ക്രൂക്കഡായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിച്ച് എന്ത് നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് നമ്മളുടെ കയ്യിൽ നിൽക്കില്ല. കാരണം നമ്മളുടെ കയ്യിലല്ല ഒരു പ്ലാനിങ്. അപ്പം നമ്മൾ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ സത്യസന്ധമായിട്ട് ജെന്യുവിനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെതിരെ എത്ര പേര് വന്നു കഴിഞ്ഞാലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നീതിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കെതിരെ കൈ ചൂണ്ടാനായിട്ട് ഒരുപാട് പേരുണ്ടാവാം. പക്ഷെ നമുക്കത് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോവാം. നമ്മുടെ ലൈഫിൽ ചില അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ തീർച്ചയായിട്ടും എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുന്നവർ എപ്പോഴും ചിന്തിക്കുന്നത് അയ്യോ എനിക്ക് മാത്രമാണ് അവർക്കൊന്നും വരുന്നില്ല. അപ്പോൾ ചില കാര്യങ്ങൾ വരുന്നത് നമുക്കൊരു മാറ്റം കൊണ്ടുവരാനാണ്. നമ്മൾ പോലും അറിയാത്തൊരു മാറ്റം, ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ തരുന്ന കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു കർമ്മ ബാഗേജസ് ക്ലിയർ ചെയ്യാൻ, നമ്മളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് കർമ്മ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പോകാനൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം യൂണിവേഴ്സിൻ്റെ ഒരു സംരക്ഷണം നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്താണോ, നിങ്ങളുടെ ഡ്രീം എന്താണോ അത് യാഥാർത്ഥ്യമാവും എന്നുള്ളതാണ്. കുറച്ചധികം സഫറിങ്സ് ഇവിടെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. കാരണം നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു 10 ഓഫ് സോർട്സ് എനർജിയൊക്കെ വന്നതുപോലെ തന്നെ അത്രയും ഒരു പെയിനൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ആം, വീണ്ടും പ്രതീക്ഷ തരുന്നു, വീണ്ടും പ്രതീക്ഷ മങ്ങിപ്പോകുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ആകെ ഒരു തലക്ക് ചൂട് പിടിച്ചൊരവസ്ഥ പോലും ഉണ്ടാവാം. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. കാരണം ഇവിടെ ആ ഒരു ചേഞ്ച്, ആ ഒരു വീൽ എനർജി തന്നെ നമുക്ക് 2 പ്രാവശ്യമാണ് കയറി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണോ നിങ്ങൾക്കത് ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. കാരണം ഓൾറെഡി ഇത് ആർക്കൊക്കെ ആയിരിക്കും റെസൊണേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ എനർജീസ് എന്നുള്ളതെല്ലാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ക്ലൂസിലേക്ക് പോകണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ആരുടെയോ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ക്ലൂസിൽ നക്ഷത്രം അല്ലെങ്കിൽ സോഡിയാക് സൈൻ, പ്ലേസസ് ഒക്കെ ഉൾപ്പെടുത്താമോ എന്നുള്ളത്. അതൊക്കെ നമ്മൾ ക്ലൂസ് എടുക്കുമ്പോൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ ചാനൽ തുടങ്ങിയ ആ ഒരു സമയം മുതലേ ക്ലൂസ് എടുക്കുന്ന റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ കമൻറ്റ് ഇട്ട വ്യക്തി ഇനി ഒരു ന്യൂ സബ്സ്ക്രൈബറോ മറ്റോ ആണോ എന്ന് നോക്കിയപ്പോഴത്തേക്കും 100+ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടത് കണ്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മളുടെ റെഗുലർ വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ അറിയാം ക്ലൂസ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലൂസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു പാറ്റേൺ നിങ്ങൾക്കും നല്ല രീതിയിൽ റെസൊണേറ്റ് ആവാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒന്ന് ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ ഒരു ഡൗൺ എനർജിയിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഒരു ഫുൾ സ്ട്രെങ്ത്, ഫുൾ പവറിൽ മുന്നോട്ട് വരിക. യൂണിവേഴ്സിൽ തന്നെ നിങ്ങളുടെ ഒരു പ്രതീക്ഷ കൊടുക്കുക. നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സിനോട് നിങ്ങളുടെ പേഴ്സണ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.